ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ മലയാളികൾക്ക് വളരെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രധാന വിഭവമാണ്. നല്ല നാടൻ കുത്തരി കൊണ്ട് നാടൻ രീതിയിൽ തയ്യാറാക്കിയ പിടി. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിടി തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചൂടാക്കാൻ വെക്കാം. അപ്പോൾ അതിലേക്ക് 10-12 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും വേണം. അത് നല്ലപോലെ ചതച്ചെടുക്കണം. പിടി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഈ കപ്പിന് 5 ബൗള് പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുഴയ്ക്കുമ്പോൾ ഒന്നും കൂടെ പൊലിച്ചു വരും. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി ചതച്ചെടുത്തു. അതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് നന്നായി ചതച്ചെടുത്തു. അത് വെള്ളത്തിലേക്കിട്ട് തിളപ്പിക്കണം. വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോഴത്തേനും നമുക്ക് തേങ്ങ ചിരകിയെടുക്കാം. ആവശ്യത്തിന് തേങ്ങ, ഒരു തേങ്ങയോ നമ്മളുടെ ആവശ്യം പോലെ തേങ്ങ എടുക്കാം. തേങ്ങ ഇച്ചിരി കൂടിയാലൊന്നും ഒരു കുഴപ്പമില്ല, തേങ്ങ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം വെള്ളത്തിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ചിരകിയെടുത്ത തേങ്ങയുടെ പകുതി അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം പൊടിയിലേക്ക് കുറേശ്ശിനെ ഒഴിച്ച് ഇളക്കിയെടുക്കുക. നല്ലപോലെ തിളച്ച വെള്ളമാണ്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വല്ല തവിയോ സ്പൂണോ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ കുഴയ്ക്കാൻ പാടുള്ളൂ. കൈകൊണ്ട് കുഴയ്ക്കാവുന്ന രീതിയിലായി വരുമ്പോൾ നമ്മൾ നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. എന്നതിന് ശേഷം അല്പം വെളിച്ചെണ്ണ പുരട്ടി ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അങ്ങനെയാകുമ്പം ഇതൊട്ടും തന്നെ ഒട്ടാതെ ഇരിക്കും. നല്ലപോലെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കുക. അങ്ങനെയാകുമ്പോൾ അതൊരു കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയി കിട്ടും. അതിനുശേഷം ഇത് നെല്ലിക്ക വലിപ്പത്തിൽ അല്ലെങ്കിൽ ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ ഉണ്ടയാക്കി ഉരുട്ടിയെടുക്കണം. ഇത് ഉണ്ട വെന്ത് വരുമ്പോൾ അല്പം വലുതായിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിടി ഉണ്ടാക്കുമ്പോൾ ഉരുള ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വീട്ടിൽ ചെറിയ പിള്ളേരുണ്ടാവും, അതായത് 4ലും 5ലും ഒക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ഉരുളകൾ ഉണ്ടാക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അവരെയും കൂടെ കൂട്ടി ഉരുളകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. തിളപ്പിക്കുന്നതിനായിട്ട് ഞാൻ അല്പം കൂടുതലാണ് വെച്ചത്. അതായത് 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു തിളപ്പിക്കുന്നതിനായിട്ട്. പൊടി കുഴച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം അത് നമ്മൾ ഏത് പാത്രത്തിലാണോ പിടി ഉണ്ടാക്കുന്നത് ആ പാത്രത്തിൽ വീണ്ടും ഒഴിച്ച് പിന്നീട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വീണ്ടും നല്ലപോലെ തിളപ്പിക്കണം. ആ വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഉരുട്ടി വെച്ച ഉരുളകൾ ഇട്ട് കൊടുക്കാൻ. വെള്ളം നല്ലപോലെ തിളച്ച് വരട്ടെ. വെള്ളം നല്ലപോലെ തിളച്ചു. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പകുതി തേങ്ങയുണ്ടല്ലോ, അതിൻ്റെ അകത്തുനിന്നും നേരെ പകുതി തേങ്ങ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പം ആ വെള്ളത്തിനും കൂടെ ഒരു പ്രത്യേക രുചി ഉണ്ടാവും, തേങ്ങയുടെ രുചിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെള്ളവും ആ തേങ്ങയും കൂടെ നല്ലപോലെ തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമ്മൾ പിടി ഉണ്ടാക്കി വെച്ച ചെറിയ ഉണ്ടയുണ്ട്, അത് നമ്മൾ ഓരോന്നായിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം നല്ലപോലെ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഫ്ലെയിം ഒട്ടും തന്നെ കുറയ്ക്കരുത്. അപ്പം നമുക്ക് പിടി കുറേശ്ശിനായിട്ട് അതായത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. പെട്ടെന്ന് ഇട്ട് കൊടുക്കണം. തമ്മിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം, അതായത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉരുളകൾ പൊട്ടിപ്പോകും. അതൊക്കെ നമ്മൾ പ്രത്യേകം അപ്പോൾ ശ്രദ്ധിക്കണം. ഉരുളയൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം അല്പം മുകളിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതൊന്നും കൂടെ വേകുമ്പോൾ കുറുകിയും വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം അല്പം മുകളിലായിട്ട് ഉണ്ടായിരിക്കണം. അതായത് എല്ലാ ഉരുളകളും മുങ്ങിയിരിക്കണം. പിടിയുടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് വറുത്തരച്ച നല്ല നാടൻ കോഴിക്കറിയാണ്. വെജിറ്റേറിയൻകാർക്കും പിടി കഴിക്കണ്ടേ? ഞാനിതിന് നല്ലൊരു കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ വറുത്തരച്ച ഒരു പരിപ്പ് കറിയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് പിന്നാലെ ഇടാം കേട്ടോ. പിടിയെല്ലാം നന്നായി തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഉണ്ട് ആവശ്യത്തിന്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അല്പം തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങയിലേക്ക് ഒരു 2 ടീസ്പൂൺ കൂടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അതായത് വറുത്ത പൊടിയുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ കുഴച്ചതിന് ശേഷം തിളയ്ക്കുന്ന ഈ പിടിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഇട്ട പൊടിയും ആ തേങ്ങയും എല്ലാം കൂടെ കിടന്ന് ഒന്ന് നല്ലപോലെ തിളച്ച് കുറുകി വരണം. അന്നേരമാണ് ഇതിൻ്റെ ശരിയായ ആ ഒരു പാകം എത്തുന്നത്. എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. പിടി വേകുമ്പോൾ ഒരു നല്ല മണമുണ്ട്. ആ മണം കേൾക്കുമ്പം തന്നെ നമ്മുടെ വായിലൂടെ ഒന്ന് കപ്പലോടും. നാടൻ രുചികൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ചെറു ചൂടോടെ ഓരോ പിടിയെടുത്ത് വായിൽ വെക്കുമ്പം തന്നെ എന്തൊരു രുചിയാണല്ലേ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട കറിയുടെ കൂടെ ആണെങ്കിൽ ഒന്നും കൂടെ രുചി കൂടും. അപ്പം നിങ്ങളിങ്ങനെ പരിപ്പ് കറിയുടെ കൂടെ കഴിച്ചു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കുകയല്ല. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.